അയർലൻഡിലെ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നതിന്റെ വാർത്തകൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അയർലൻഡിൽ മലയാളികളടക്കമുള്ളവർ പലതവണ ആക്രമിക്കപ്പെട്ടു. വംശീയ ആക്രമണം ശക്തമാണ്. പ്രത്യേകിച്ച് ടീനേജ് ഗാങ്ങുകൾ ഇന്ത്യക്കാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അയർലൻഡിലെ മലയാളികൾ തല്ലുകൊള്ളുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ അവിടെ എത്തിയവർ അവർ വിരുന്നുകാരാണ് എന്ന് മറന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണെന്ന്. പൊതുവിടങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു. ഐറിഷ് സംസ്കാരത്തിന് കഴിയാത്ത വിധത്തിൽ പൊതുസമൂഹത്തിൽ ഇടപെടൽ നടത്തുന്നു എന്നതൊക്കെ ഗൗരവമേറിയ വിഷയമായി മാറി. നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്നെ അറിയിക്കുകയുണ്ടായി. അവരൊക്കെ ഊന്നി പറഞ്ഞൊരു കാര്യം വീട് വിലയിലുണ്ടായ വർധനമാണ്. മലയാളികൾ എങ്ങനെയെങ്കിലുമൊക്കെ പണം സംഘടിപ്പിച്ച് കഠിന പ്രയത്നം ചെയ്ത് നല്ല വീടുകൾ വാങ്ങി സുഖമായി ജീവിക്കുന്നു. അതോടെ വീട് വില കൂടുന്നു. വാടകയ്ക്കും വീട് കിട്ടാതായി. അതുകൊണ്ട് അവിടുത്തെ ഐറിഷ് ജീവിത വ്യവസ്ഥയെ തന്നെ ഇത് ബാധിച്ചു. അങ്ങനെയാണ് അയർലൻഡിൽ മലയാളികളോടും ഇന്ത്യക്കാരോടും ഇത്രയേറെ വിരോധമുണ്ടായതെന്ന് അനുഭവസ്ഥർ പറയുന്നു. അയർലൻഡിലെ മലയാളികളുടെ അതേ അവസ്ഥയിലേക്ക് ഏറെ വൈകാതെ ബ്രിട്ടനിലെ മലയാളികൾക്കും മാറേണ്ടി വരും എന്ന് റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടനിലും കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ആയിരക്കണക്കിന് മലയാളികൾ എത്തുകയും പാട്ടും കൂത്തുമായി അവർ അരങ്ങു വാഴുകയുമാണ്. ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അരങ്ങേറുന്നു. ടീൻ ഗാങ്ങുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അയർലൻഡ് തീരെ കൊച്ചു രാജ്യവും കുറഞ്ഞ ജനസംഖ്യയും ഉള്ളതുകൊണ്ടും അനധികൃത കുടിയേറ്റക്കാർ കുറവായതുകൊണ്ടും മാത്രം ഇപ്പോൾ ശ്രദ്ധ നേടുന്നെങ്കിൽ അനേകായിരങ്ങൾ എത്തിയിരിക്കുന്ന ബ്രിട്ടനിലെ സ്ഥിതി വ്യത്യസ്തമാവണമെന്നില്ല. ബ്രിട്ടനിലെ മലയാളികളും ഏറെ വൈകാതെ തെരുവിൽ തല്ലുകൊള്ളുന്ന കാലം ഉണ്ടായേക്കുമെന്നും അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു.